ഇതിനിടയ്ക്ക് കുറച്ച് സമയം ബിസിനസ് ടോക്ക് കൂടെ ഈ ഫയർ ആൻഡ് സേഫ്റ്റി എസ്റ്റാബ്ലിഷ്മെന്റ് അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഫയർ ആൻഡ് സേഫ്റ്റി ഇന്നിപ്പോൾ ഇവിടെ ഒരു അത്യന്താപേക്ഷിതമായ ഒരു സാധനമാണ് സേഫ്റ്റി. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ബിസിനസ് ഉണ്ട്. ഏത് സ്ഥാപനത്തിലും ഇന്ന് സേഫ്റ്റി ഇല്ലാത്ത കാര്യങ്ങളില്ല. ഇപ്പം നമ്മുടെ ഇന്ത്യയിലും അത് ആയിക്കൊണ്ടിരിക്കും, നിർബന്ധമാണ്. അപ്പോൾ ഞാൻ ആ ഫീൽഡിലേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാനായിട്ട് ആദ്യം ഇത് ഹെൽപ്പറായിട്ട് കയറിയതാണ് ഈ ഫീൽഡിലേക്ക്. ഞാൻ എല്ലാവരും എൻ്റെ ആ ഒരു സെറ്റപ്പാണ്. ഞാൻ ആദ്യം ഈ സ്ഥാപനത്തിൽ ഇതുപോലൊരു സ്ഥാപനത്തിൽ ഹെൽപ്പറായിട്ട് ചെന്നു. അവിടെ ചെന്ന് ഞാൻ പഠിച്ചു, ഏകദേശമൊക്കെ പഠിച്ചു. അതിനുശേഷമാണ് അർബാബിനെ കണ്ടുമുട്ടുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ച് നമുക്കൊരു ബിസിനസ് കൊടുക്കാം. മനസ്സിലായോ? അപ്പം ഞാൻ ഒരു മലയാളി സ്പോൺസർഡ് ആയിരുന്നു. അവർ സെറ്റിലായി നാട്ടിൽ. അപ്പോൾ ആ സെറ്റിലായപ്പോൾ ആ നെയിം നമുക്ക് അവർ തന്നു, അൽബോഷ്യ. അവർ നമുക്ക് ആ കമ്പനി വിട്ടു തന്നു. നമ്മൾ അവരോടുള്ള സ്നേഹം കൊണ്ട് നമുക്ക് ആ കമ്പനി വിട്ടു. അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങാൻ കാരണം. മനസ്സിലായി? പിന്നെ ഇന്ന് ഏറ്റവും അത്യന്താപേക്ഷിതമായൊരു വിഷയമാണ് സേഫ്റ്റി. ഇവിടെ സേഫ്റ്റി ഫസ്റ്റാണ് ഇവിടെ, അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. അപ്പം അതിൻ്റെ പേരിൽ നമുക്ക് തെറ്റില്ലാത്ത ബിസിനസ് ഇപ്പം ഞങ്ങളിപ്പോൾ നല്ല എസ്റ്റാബ്ലിഷ് ആണ് ഇവിടെ. ഞങ്ങൾ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ചെറിയ സ്ഥാപനമാണത്. വലുതെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ചെറിയ സ്ഥാപനം. നമ്മുടെ നാട്ടിൽ നല്ല വലിയ മഴ പെയ്യുമ്പോൾ പിള്ളേരിപ്പോൾ പറയാറുണ്ട് ചെറിയ മഴ. അതെ, എപ്പോഴും ഞാൻ പറയുന്നത് ഞങ്ങളുടെ ഒരു ചെറിയ സ്ഥാപനമാണ്. പക്ഷെ എല്ലാവരും അറിയപ്പെടുന്ന 60-ൽ പരം ആളുകൾ ഇപ്പം ജോലി ചെയ്യുന്നുണ്ട്. ദുബായിൽ ബ്രാഞ്ച് ഉണ്ട്, മുസഫയിൽ ബ്രാഞ്ച് ഉണ്ട്, അബുദാബിയിൽ ഹെഡ് ഓഫീസ്. അങ്ങനെ തെറ്റില്ലാതെ എല്ലാവർക്കും കൃത്യമായ വേതനങ്ങളും അതൊക്കെ വളരെ കൃത്യമായിട്ട് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം ഞാൻ അനുഭവിച്ച വേതനങ്ങൾ 9 മാസം ശമ്പളം എനിക്ക് കിട്ടാണ്ടിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതൊന്നും നമ്മുടെ പിള്ളേർക്ക് അറിയിക്കില്ല. എല്ലാ 5-ാം തീയതി എവരി 5th സാലറി റിലീസ് ചെയ്തിരിക്കും ഞങ്ങൾ. അങ്ങനെ പോകുന്ന ഒരു ചെറിയ സ്ഥാപനം, വലുതല്ല കേട്ടോ, ചെറിയ സ്ഥാപനമാണ് ഞങ്ങൾ. തൊഴിലാളികളുള്ള ഈ ചെറിയ സ്ഥാപനത്തില് മുതലാളി തൊഴിലാളി ബന്ധമൊക്കെ എങ്ങനെയാണ്? സുഹൃത്ത് ബന്ധമാണ്, ഓൺലി സുഹൃത്ത് ബന്ധം. കാരണം ഞാൻ അവരെ പോലെ വന്ന ആളാ. അപ്പൊ എനിക്ക് അതിൽ വ്യത്യാസമില്ല. എന്റെ സുഹൃത്തുക്കളാണ് എല്ലാവരും. പിന്നെ ബിസിനസ് സംബന്ധമായിട്ട് നമ്മൾ ചിലപ്പോൾ സംസാരങ്ങൾ, പക്ഷെ എന്റെ സുഹൃത്തുക്കളാണ്. എന്നെ പോലെ ഞാൻ അവരെയും കാണുന്നത്. അല്ലാണ്ട് ഒരു മുതലാളി തൊഴിലാളി ബന്ധമില്ല ഇവിടെ. എല്ലാവരും എന്നെ പോലെയുള്ള ആളാണ്. അത് അർബാബും അങ്ങനെ തന്നെ. എല്ലാവരും ഒരേപോലെ കാണുന്ന ഒരാളാണ്. കാരണം നമ്മൾ എല്ലാവരും നാട്ടിൽ നിന്ന് വന്ന എല്ലാവരും ഒരേപോലെയാണ്. ഇപ്പം നമ്മൾ നാട്ടിൽ ചെന്ന അതുപോലെ തന്നെയല്ലേ? അതുപോലെ തന്നെ നമ്മൾ വരുന്നത് ഒറ്റ ഇതായിട്ടാണ്, പക്ഷെ ഡിഫറെന്റ് ജോലികൾ ചെയ്യുന്നുള്ളൂ. നമ്മൾ അവിടെ ചെന്ന എല്ലാവരും ഒരുപോലെയാണ്. അപ്പൊ ആ ഒരു ലെവലിലാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. മനസ്സിലായേ? ജോലി ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ പ്രദീപ് ഡിഫറെന്റ് ജോലി, ഞാൻ ഡിഫറെന്റ് ജോലി, അർബാബ് ഡിഫറെന്റ് ജോലി, എല്ലാവരും. പക്ഷെ നമ്മളെല്ലാവരും ഒരുപോലെ കാണാൻ. അതിൽ കയറ്റിയിറക്കങ്ങൾ ഉണ്ടാവും. മനസ്സിലായി? അങ്ങനെ എല്ലാവരും നമ്മൾ ഒരുപോലെ കണ്ട് എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ടാവുന്ന എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സ്റ്റാഫിനായാലും ശരി, ലേബേഴ്സിനായാലും ശരി, എന്നെക്കൊണ്ടാവുന്ന എല്ലാ ഹെൽപ്പുകളും പരിധിക്ക് നിന്നുകൊണ്ട്, പരിധി കിടക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. നാട്ടിൽ എന്തെങ്കിലും സംരംഭങ്ങളുണ്ടോ? നാട്ടിൽ ബിസിനസ് ഒന്നുമില്ല. ബിസിനസ് നാട്ടിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ. ഞാൻ ഇവിടെ വന്ന് ബിസിനസ് പഠിച്ചപ്പോൾ എനിക്കൊരു അഭിപ്രായമുണ്ട്. നമ്മളുടെ നോട്ടത്തിലല്ലാണ്ട് ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ പാടില്ല. അങ്ങനെ ഒരു ഇതുണ്ട്, കൺസെപ്റ്റ് ആണ് എൻ്റെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ, എന്തെങ്കിലും ചെയ്യണോ വേണ്ടേ. പക്ഷെ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ, നാട്ടിൽ എന്തൊക്കെയാണ് ആലോചിക്കുന്ന പ്രശ്നങ്ങൾ? അല്ല, നാട്ടിൽ മെയിൻ ആയിട്ട് ലേബർ പ്രോബ്ലംസ് ആണല്ലോ നാട്ടിൽ, അല്ലാണ്ട് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ലേബർ പ്രോബ്ലം ആണ്. ഇപ്പൊ 5 രൂപ വെച്ച് 10 രൂപ ജോലി ചെയ്യാതെ തന്നെ ഇപ്പൊ പൈസ കൊടുക്കേണ്ടി വരും. നോക്കുകൂലി എന്ന് പറഞ്ഞൊരു പുതിയ ഏർപ്പാട്. ഇപ്പൊ നോക്കുകൂലി തുടങ്ങിയിട്ടുണ്ട്. ആരെങ്കിലും ജോലി ചെയ്യുന്നിടത്ത് വന്ന് നോക്കിക്കൊണ്ടിരിക്കും, അതിന് കൂലി കൊടുക്കണം. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി